എന്ത് ത്യാഗം സഹിച്ചും UDF-നൊപ്പം നിൽക്കുമെന്ന് മുൻ MLA-യും TMCC നേതാവുമായ PV അൻവർ കണ്ണൂർ ബ്രോഡ്ബീൻ ഹാളിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്തുണയ്ക്കാൻ ഒരു കണ്ടീഷനും തൃണമൂൽ കോൺഗ്രസിനില്ല. പിണറായി സത്തെ തടയാൻ എന്തും ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ നിലപാടല്ല. സതീശനത്തേക്കാൾ കേരളത്തിന് ഭീഷണി പിണറായി സമാണ്. PM ശ്രീ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് പിണറായി വിജയൻ കുടുംബത്തെ കേസുകളിൽ നിന്ന് രക്ഷിക്കാനെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർബന്ധത്തിലാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചോദിക്കുന്നത്. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. മുമ്പ് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ശരിയായി മാറി. ബഡ്ജറ്റിന്റെ 1% പോലും വരാത്ത പണം നേടാനാണ് ഒപ്പിട്ടത്. മതേതരത്വത്തെ പിണറായി സർക്കാർ തൂക്കിവിറ്റു. പിണറായിയുടെ വ്യക്തിപരമായ ആവശ്യത്തിനാണിതെന്നും PV അൻവർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സത്കാരം സ്വീകരിക്കാനാണ് പിണറായി വസതിയിൽ പോയതെന്നും അദ്ദേഹം ആരോപിച്ചു. BJP പിണറായി ബന്ധം അടിവരയിടുന്നതാണ് PM ശ്രീയിലിട്ട ഒപ്പെന്നും PV അൻവർ പറഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDF-ന് അനുകൂല നിലപാടാണ് പാർട്ടി സ്വീകരിക്കുക. PM ശ്രീയിൽ CPI എന്തു നിലപാടാണ് സ്വീകരിക്കുമെന്ന കാര്യം 27-ന് അറിയാം. ഇതിനുശേഷം പ്രതികരിക്കാമെന്ന് അൻവർ പറഞ്ഞു. പൊതുവായ ഈ നാടിൻ്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് UDF-നെ സഹായിക്കാൻ പറ്റുമോ, എന്ത് ത്യാഗം എന്ത് നഷ്ടവും സഹിച്ചിട്ടാണ് നിൽക്കും. കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാ. എനിക്ക് ആ MLA പണിയിട്ട് മുന്നോട്ട് പോയാൽ മതി. ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല. അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്കുണ്ടായാലും UDF-നോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-നെ അധികാരത്തിലെത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ, എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ, എനിക്ക് ഒപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ, എല്ലാ നിലപാടും UDF-ന് അനുകൂലമായി സ്വീകരിക്കും. പിണറായി സത്തെ അവസാനിപ്പിക്കാൻ അത് തന്നെയാണ് നിലപാട്. ഞങ്ങൾ ഇറങ്ങിയ പോരാട്ടം ഫാസിസത്തിനെതിരെയാണ്. ആ ഫാസിസത്തെ എങ്ങനെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പിണറായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് കടി രക്ഷപ്പെടാനാണ്. പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം. കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കൂ, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇരിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിമാരോടൊപ്പം ഒരു MLA പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുകയാണ്.